ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നിന്ന് നാം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു എങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിയുള്ളവരായി മാറുക. നിങ്ങൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ മേഖലയിലുള്ള നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിഗത ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ കാലാകാലങ്ങളിൽ അത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനാൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. എന്തെന്നാൽ നിങ്ങൾ കാര്യം സാധിച്ചാലും ഇല്ല എങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന എപ്പോഴും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് നിങ്ങൾക്ക് നേരെ തുറന്നു തരുന്ന അനുഭവമാണ്. പ്രാർത്ഥന എന്നാൽ ദൈവവുമായി ഒന്നാകുന്ന നിമിഷങ്ങളാണ്. ദൈവവുമായുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നാം ദൈവത്തെ കേൾക്കുകയും ദൈവത്തിന് ഇന്നുവരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുകയും ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനാ ശീലമുള്ളവരായി മാറാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. അതിനാൽ പ്രാർത്ഥനയിൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുവോ, പ്രാർത്ഥിക്കാൻ സാഹചര്യമുണ്ടാകുന്നുവോ, അപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതും ഒരു പ്രാർത്ഥനയാണ്. ഓരോ നിമിഷവും ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അതിനാൽ ദൈവവചനം ഉരുവിടുന്നത് ഒരു പ്രാർത്ഥനയാണ്. ദൈവവചനം പഠിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ മേഖലകൾ ദൈവികമായ ഇടപെടലുണ്ടാവുകയും ദൈവികമായ പരിവർത്തനങ്ങൾക്ക് നാം സാക്ഷികളായി മാറുകയും ചെയ്യും. അതിനാൽ ഇന്ന് മുതൽ, ഈ രാത്രി മുതൽ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ നമുക്ക് ചെലവഴിക്കാം. പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, നിങ്ങളുടെ ജീവിതം സുരക്ഷിതത്വം വരാൻ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥന എന്നത് വലിയ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിനാൽ പ്രാർത്ഥിക്കുക. അത് കൂടുതൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന അതിന് നിങ്ങളെ കൂടുതൽ സഹായിക്കുകയും ചെയ്യട്ടെ. അതിനാൽ വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉറക്കമില്ലാത്ത എല്ലാവർക്കും നല്ല ഉറക്കം നൽകി കർത്താവ് ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ. ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ. ദുർബലരെ സഹായിക്കുവിൻ. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ.
എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. ഏറ്റവും സ്നേഹവാനായ, കാരുണ്യവാനായ, സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഈ രാത്രിയിൽ വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്തിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിരന്തരം ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവർക്ക് വേണ്ടി ഈ സമയം ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ കൊണ്ടുവരുന്നു. പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവർക്ക്, പ്രാർത്ഥനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് എല്ലാം ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ ശ്രദ്ധയോടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ ഞാൻ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന വയോവൃദ്ധരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും മേൽ ഇന്ന് നിന്റെ കരുണ കൂടുതലായി വർഷിക്കണമേ. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ പ്രീതിജനകമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കർത്താവേ പ്രാർത്ഥനയുടെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുന്നിൽ മല പോലെ നിൽക്കുന്ന ഏത് പ്രശ്നങ്ങളെയും പ്രാർത്ഥനയിൽ കൂടി നേരിടാൻ, അതിനെ അതിജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ കൂടി അതിജീവിക്കാൻ, പ്രാർത്ഥനയിൽ കൂടി അതിനെ തരണം ചെയ്യാൻ, പ്രാർത്ഥനയിൽ കൂടി അതിനെ കീഴടക്കുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. കർത്താവേ, ഈ ലോകത്തിൻ്റെ ഏതൊക്കെ കോണുകളിലിരുന്ന് ആരൊക്കെ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ആരൊക്കെ ഹൃദയം തുറന്ന് നിന്നെ വിളിക്കുന്നുവോ, മനമുരുകി നിന്റെ സന്നിധിയിൽ അവരുടെ ആവശ്യങ്ങളെ തുറന്നു വെക്കുന്നുവോ, ആരൊക്കെ നിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ, അവരുടെ ബലഹീന അവസ്ഥയിൽ ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, നിന്റെ സഹായത്തിനു വേണ്ടി ആരൊക്കെ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, കർത്താവേ, നീ കരുണയോടെ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങളെ, ആനുകൂല്യങ്ങളെ, ഔദാര്യങ്ങളെ നീ ചെയ്തു കൊടുത്ത് സൗഖ്യവും വിടുതലും നൽകി ശക്തി പ്രദാനം ചെയ്ത് അവരുടെ ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും നൽകി, മനസ്സിന് സന്തോഷം നൽകി, ഹൃദയത്തിന് സമാധാനം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഉറക്കം വരാത്ത, ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരുന്ന് കഴിച്ചിട്ട് പോലും ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ലൊരു ഉറക്കം അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കർത്താവേ, ഉറക്കം നഷ്ടപ്പെട്ടവർക്ക്, ഉറക്കം ഇല്ലാത്തവർക്ക് ഈ രാത്രിയിൽ നീ സുഖമായ സമാധാനപരമായ നിദ്ര നൽകി നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ
ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഏതൊക്കെ പ്രശ്നങ്ങളാണോ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്, ആ പ്രശ്നങ്ങളുടെ മേൽ നീ ഇന്ന് ഈ രാത്രിയിൽ ഇടപെടണമേ. ഞങ്ങൾക്ക് സമാധാനമായ നിദ്ര നൽകണമേ കർത്താവേ. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ഞങ്ങളെയും ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും കുടുംബാംഗങ്ങളുടെ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യം, ഇടപെടൽ, നിന്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ നീ ഞങ്ങളെ സഹായിക്കുമ്പോൾ ഞങ്ങൾ എന്തിനു ഭാരപ്പെട്ട് ഉറങ്ങാതിരിക്കണം? നിന്റെ സഹായം, നിന്റെ ശക്തി ഞങ്ങൾക്ക് നീ നൽകും. നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകും. അതിനാൽ ഞങ്ങൾ ഇനി ഭാരപ്പെടില്ല, ഞങ്ങൾ ഇനി ഭയപ്പെടില്ല, ഞങ്ങൾ ഇനി സംഭ്രമിക്കുകയില്ല. ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഭാരങ്ങളില്ലാതെ, ഭയമില്ലാതെ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, നീ കരുണയോടെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ എല്ലാ പൈശാചിക ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ കാത്ത് സംരക്ഷിക്കണമേ. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങളെ സ്വീകരിക്കുകയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ, ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ നിന്ന് കൂടുതൽ കേൾക്കാനും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ഇടപെടലുകളിൽ നിന്നും കർത്താവ് സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവ് ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ ഭയം കൂടാതെ, ആകാംക്ഷയില്ലാതെ, ദുഃഖമില്ലാതെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നല്ല ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ദൈവാനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി അവരുടെ യാത്രകളെ, അവരുടെ വാഹനങ്ങളെ, അവരുടെ ജീവനെ സംരക്ഷിക്കട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.